എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പല്ലവിയുടെയും അതുപോലെ തന്നെ സേതുവിൻ്റെയും നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പല്ലവി നല്ല ഉറക്കത്തിലാണ്. അപ്പം പല്ലവി ഉറങ്ങുമ്പോഴത്തേക്കിനും പല്ലവിയുടെ റൂമിൽ കയറി കൂടിയ ഇന്ദ്രനാണെങ്കിലോ പല്ലവിയെ എങ്ങനെയെങ്കിലും വക വരുത്തണം, അതിനുവേണ്ടി തന്നെയാണ് അവൻ ആ റൂമിൽ കഷ്ടപ്പെട്ട് കയറി കൂടിയത്. അങ്ങനെ ഇവൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവൻ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാണ്. നീ സേതുമാധവൻ്റെ കൂടെ ഒരുപാട് കാലം സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചു അല്ലേ? ഈ ഇന്ദ്രൻ്റെ താലിയാണ് നിന്റെ കഴുത്തിൽ കിടന്നത്. ഈ ഇന്ദ്രൻ ഒരാളെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ സ്വന്തമാക്കിയിട്ട് മാത്രമേ പിന്നോട്ട് മാറുകയുള്ളൂ. എടി, ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ ജീവിതത്തിലൂടെ എൻ്റെ ഈ കൈകളിലൂടെ കടന്നു പോയതാണ് എന്നുള്ള രീതിയിലൊക്കെ ഇന്ദ്രൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ പല്ലവി നല്ല ഉറക്കമാണ്. അപ്പം പല്ലവിയുടെ അടുത്തേക്ക് നമ്മുടെ ഇന്ദ്രൻ അങ്ങ് ചേർന്നിരുന്നു. എന്നിട്ടാണെങ്കിൽ പല്ലവിയുടെ കഴുത്തിൽ ഇങ്ങനെ ഞെക്കി പിടിക്കാൻ തുടങ്ങുന്ന ആ സമയത്ത് പല്ലവി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചാടി എഴുന്നേറ്റു. അന്നേരമാണ് റൂമിലിരിക്കുന്ന ഇന്ദ്രനെ പല്ലവി ശരിക്കൊന്ന് കണ്ടത്. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ബഹളം വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കിനും അവനാണെങ്കിലോ പല്ലവിയോട് ശബ്ദം ഉണ്ടാക്കിയാലുണ്ടല്ലോ, ദേ ഈ കത്തി നിന്റെ പള്ളക്ക് കയറും. ഞാൻ ഈ റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാ അർത്ഥത്തിലും നീ എൻ്റേതായി മാറിയതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുള്ളൂ. അതും നിന്റെ ജീവനില്ലാത്ത ശരീരം കണ്ടതിന് ശേഷം മാത്രം. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പല്ലവിയാണെങ്കിൽ ശരിക്ക് പേടിച്ചു പോയി. അങ്ങനെ അവളും നമ്മുടെ ഇന്ദ്രനും തമ്മിൽ നല്ലൊരു മൽപ്പിടുത്തം നടക്കുകയാണ്. ഈ ഒരു ഒച്ചയും ബഹളവും ഒക്കെ അപ്പുറത്ത് റൂമിൽ കിടക്കുന്ന നമ്മുടെ പല്ലവിയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അനുജത്തിയും ഒക്കെ കേൾക്കുകയാണ്. അവരൊക്കെ ആണെങ്കിൽ പല്ലവി ഇങ്ങനെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് ഓടി വന്നു. അപ്പം തൻ്റെ മകളെ കത്തി കൊണ്ട് കുത്താൻ നിൽക്കുന്ന ഇന്ദ്രനെ കാണുകയാണ് മുകുന്ദൻ മാഷാണെങ്കിലും കയ്യിൽ കിട്ടിയ ഒരു സാധനം വെച്ചിട്ട് നമ്മുടെ ഇന്ദ്രനിട്ട് ഒരടി അങ്ങ് വെച്ച് കൊടുത്തു. ഇന്ദ്രനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പല്ലവിയിലുള്ള ആ ഒരു പിടുത്തമൊക്കെ വിട്ടു. അതിനുശേഷം അവരെല്ലാവരും കൂടി ഇന്ദ്രനെ നേരെ പുറത്തേക്ക് വീട്ടിൽ നിന്ന് ഇറക്കി അങ്ങ് വിടുകയാണ്. ഈ സമയത്താണെങ്കിലും നമ്മുടെ ഇന്ദ്രൻ തീരാത്ത പകയുമായിട്ട് അവൻ ഉദ്ദേശിച്ച കാര്യമൊന്നും നടന്നില്ലല്ലോ. പല്ലവിയെ തീർക്കണമെന്ന് വിചാരിച്ച് വീട്ടിൽ കയറി വന്നിട്ട് ഇപ്പം അതൊന്നും നടക്കാത്തതിൻ്റെ സങ്കടത്തിലും നിരാശയിലും ഒക്കെയാണ്. ഈ വിവരങ്ങൾ മുഴുവനും മുകുന്ദൻ മാഷാണെങ്കിൽ രാജേശ്വരിയെ വിളിച്ചറിയിച്ചു. രാജേശ്വരിക്കാണെങ്കിൽ തലക്ക് തീ പിടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് സേതുവിനെയാണ്. സേതു എങ്ങനെയും ഈ വീട്ടിൽ നിന്ന്, അതായത് നമ്മുടെ പൊന്നുമടത്ത് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഋതുവും അതുപോലെ തന്നെ പ്രതാപനും കൂടി ഓരോ കരുക്കൾ നീക്കുവാണല്ലോ. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൂർണിമയാണ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൂർണിമയെ സംബന്ധിച്ചിടത്തോളം സേതു ഒരിക്കലും മറ്റൊരു സ്ത്രീയിൽ ജനിച്ച മകനായിട്ട് പൂർണിമ അംഗീകരിച്ചിട്ടേ ഇല്ല. പൂർണിമയ്ക്ക് സേതുവും ഇപ്പം ഈ പറയുന്നത് പോലെ തന്നെ മാധവൻ്റെ മകനായി തന്നെയാണ്. അവൾ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ സേതുവിനെ സ്നേഹിക്കുന്നത്. അങ്ങനെ പൂർണിമ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര നിരാശയിലൊക്കെ ഇരിക്കുകയാണ്. അപ്പം സേതു ആണെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഇനിയിപ്പോൾ ഋതു ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും താൻ ഒരു കാരണം വെച്ചാലും പിന്നോട്ട് പോവില്ല. തൻ്റെ അച്ഛൻ തന്നെ ചില ഉത്തരവാദിത്വങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ പ്രതാപൻ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റും. അതിനുശേഷമാണെങ്കിലോ തന്നെയും തൻ്റെ വീട്ടുകാരെയും അതുപോലെ ഇപ്പം തൻ്റെ പെങ്ങാമാരെയും ഒക്കെ വഴിയാധാരമാക്കുന്ന രീതിയിലൊക്കെ പ്രതാപൻ കാര്യങ്ങൾ നീക്കുമെന്നും നമ്മുടെ സേതുവിന് നല്ലതുപോലെ തന്നെ അറിയാം. സേതു ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ചെങ്ങാതിമാരുടെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ഇന്ദ്രനാണെങ്കിൽ രാജേശ്വരിയുടെ വീട്ടിലേക്ക് തിരികെ എത്തുകയാണ്. വീട്ടിൽ വന്ന് കയറിയ പാടെ തന്നെ ഇന്ദ്രൻ്റെ ആ ഒരു മട്ടും ഭാവവും ഒക്കെ കണ്ടപ്പോഴത്തേക്കിനും രാജേശ്വരി ചോദിച്ചു, എടാ എന്താണ് നീ മുകുന്ദൻ മാഷിൻ്റെ വീട്ടിൽ പോയിട്ട് എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. അതെ, ഞാൻ അങ്ങനെ പല പ്രശ്നവും ഉണ്ടാക്കും, അതൊന്നും അമ്മ അറിയേണ്ട കാര്യമില്ല. ഞാൻ ആ പല്ലവിയെ തീർക്കാൻ വേണ്ടി തന്നെയാണ്. അവൾക്ക് ചെറിയൊരു ഭാഗ്യമുണ്ട്, അതുകൊണ്ട് മാത്രമാണ് ഇത്തവണ അവളുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. അല്ലായിരുന്നെങ്കിലേ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കത്തി അവളുടെ പള്ളക്ക് കയറിയനെന്നും പറഞ്ഞ് ഇന്ദ്രൻ വലിയ വീമ്പടിക്കുകയാണ്. മക്കളെ കൊണ്ട് സമാധാനിക്കാനായിട്ട് എനിക്കൊരു സമാധാനവും കിട്ടില്ലല്ലോ. ദേ നിൽക്കുന്നു, ഇവനെ കൊണ്ട് എനിക്ക് തലവേദനയാണ്. ഇങ്ങനെയുള്ള മക്കളെയൊക്കെ കൊന്നുകളയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് രാജേശ്വരി ആണെങ്കിൽ ഇന്ദ്രനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പം, ആഹാ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കൊന്നു കാണിക്കുക
എനിക്കെന്നും പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നമ്മുടെ രാജേശ്വരിയുടെ കൈയെടുത്ത് കഴുത്തിന് പിടിച്ച് സ്വന്തമായിട്ട് ഞെക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ഒരു സൈക്കോയാണ് നമ്മുടെ ഇന്ദ്രൻ്റെ ആ ഒരു ക്യാരക്ടർ രാജേശ്വരിക്ക് ഇപ്പോഴാണ് ശരിക്കും അങ്ങ് പിടികിട്ടിയത്. മകൻ ഇങ്ങനെ കഴുത്തിന് ബലമായിട്ട് ഞെക്കി പിടിക്കുമ്പോഴത്തേക്കിനും അവൻ തൻ്റെ സ്വന്തം കൈയാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഞെക്കി അങ്ങ് പിടിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രാജേശ്വരി പറഞ്ഞു, എടാ നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? അതുപോലെ തന്നെ ആ അനിയൻ ചെറുക്കൻ പറഞ്ഞു, ചേട്ടാ വീട് വെറുതെ ചുമ്മാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്കാണെങ്കിലോ നമ്മുടെ പല്ലവി കടുത്ത ഒരു തീരുമാനം എടുക്കുക. ഇന്ദ്രൻ എന്ന് പറയുന്ന ആ അലവലാതിയെ എത്രയും പെട്ടെന്ന് തന്നെ അവനെ വേണ്ടുന്ന ആ ഒരു ശിക്ഷ അത് വാങ്ങിച്ചു കൊടുക്കണം. അതിനുവേണ്ടി അവൾ പൊരുതാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ നമ്മുടെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.